ഈ ഈസ്റ്റ് കോസ്റ്റിൻ്റെ പ്രോഗ്രാം കാണാൻ വരുമ്പോൾ ഉള്ളൊരു ഓർമ്മ, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മൈ ബോസ് എന്ന് പറഞ്ഞ ചിത്രം ചെയ്യുന്ന സമയത്ത് അന്ന് ആ ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഷൂട്ടുണ്ട്. വൈകുന്നേരം 6 മണിയായപ്പോഴത്തേക്ക് ഷൂട്ട് ഞങ്ങൾ നിർത്തി. ഞാൻ ജിത്തു ദിലീപ്ജിയും കൂടെ പോവുകയാണ്. അപ്പം വിജയേട്ടൻ നേരത്തെ പോയി അവിടെ എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളവിടെ ആ സ്റ്റേജിൻ്റെ വേദിയിലോട്ട് എത്തുമ്പോൾ കാണുന്ന കാഴ്ച, സാധാരണ അന്ന് ഈ ഓഡിയോ ലോഞ്ച് എന്ന് പറയുമ്പോൾ ഒരു CD പ്രകാശനം എന്നുള്ള നിലയ്ക്കുള്ള 2 വാക്ക് അതിൻ്റെ സംഗീത സംവിധായകരും പാടിയവരും ഒക്കെ പങ്കെടുക്കുകയും അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം എക്സ്പെക്ട് ചെയ്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണം കഥകളി, മോഹിനിയാട്ടം തുടങ്ങി ഒരുപാട് കളർഫുള്ളായിട്ടുള്ള വിഷ്വൽസ്, പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത സോങ്ങിൻ്റെ പ്രൊജക്ഷനും ഒക്കെ വെച്ചിട്ട് ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അന്ന് അവിടെ കണ്ടത്. അപ്പം അന്ന് അതൊരു പുതുമയായിരുന്നു. അന്ന് ഓഡിയോ ലോഞ്ച് ചെയ്യുന്നവരാരും അത്തരത്തിൽ മുൻകൈ എടുത്ത് ഇത്രയും എക്സ്പെൻസീവായിട്ട് ചെയ്തു തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് അന്ന് ഒരു വലിയൊരു അത്ഭുതമായിരുന്നു. അതേപോലുള്ള ഞെട്ടിപ്പിക്കുന്ന കാഴ്ച കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഈ വർഷം തുടങ്ങിയപ്പോൾ പല മെസ്സേജുകളും ഈ ആശംസകൾ വന്ന കൂട്ടത്തിൽ എനിക്കൊരു നോട്ടീസബിളായിട്ട് തോന്നിയ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട്, ഇദ്ദേഹത്തിൻ്റെ വിജയേട്ടൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ന്യൂ ഇയർ ആഘോഷം അമ്മയോടൊപ്പം എന്ന് പറഞ്ഞിട്ട് വയസ്സായ അമ്മയോടൊപ്പം ഒരു ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട്, അതൊരു വലിയ കാര്യമാണ്. കാരണം വാർദ്ധക്യം ഇന്നത്തെ കാലത്തൊരു വളരെ വലിയ വിഷയമായി വന്ന് നിൽക്കുകയാണ്. സാമ്പത്തികം ഉള്ള പാരൻസ് പോലും ബാക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മക്കൾക്ക് കുറച്ച് സമയം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഇത്തരം ഒരു പോസ്റ്റ് വളരെ ശ്രദ്ധേയമായിരുന്നു. കാരണം അതിൻ്റെ കൂട്ടത്തിൽ വന്നൊരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് സിംഗപ്പൂരിലുള്ള ഒരു ക്ലബിൽ പോയിരുന്നെടുത്ത പോസ്റ്റും അങ്ങനെ അതിൻ്റെ ഇടയിൽ വളരെ വ്യത്യസ്തമായൊരു നന്മ നിറഞ്ഞൊരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് ആ ഒരു നന്മ ഞാനിവിടെ ഷെയർ ചെയ്യുന്നു. അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഈ സോഷ്യൽ പുതിയ സംരംഭത്തിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നമസ്കാരം.